മതിയോ? ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ഇരുന്നുള്ള സമരം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു അവരെ വിളിച്ചു കയറ്റുന്ന സ്റ്റാഫിനെ ഒന്നും ഞങ്ങളിവിടെ പിടിച്ചു നിർത്തരുത്, ഇഷ്ടത്തോടെ വരുന്നവർ കയറിക്കോട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അതിനൊന്നും എതിര് നിന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയും വീട്ടിൽ വിളിച്ചു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും തിരിച്ചു കയറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് ഞങ്ങളോട് ചെയ്യുന്ന, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ ഇറങ്ങിയവരോട് ചെയ്യുന്ന ഒരു കൊടും വഞ്ചനയാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇന്നിപ്പോൾ നടത്തിയ ചർച്ചയിൽ ഈ 3 ദിവസമായിട്ട് ഞങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് വിളിച്ച ചർച്ചയിലും നിങ്ങൾ കയറിക്കോ, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കയറും? ഞങ്ങളെ വിശ്വസിച്ച് ഇത്രയും കുട്ടികൾ ഞങ്ങളുടെ പുറകിലിറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ കയറും വിശ്വസിച്ച്? കൂട്ട് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയാൽ ഈ കൂട്ടുമെന്ന് ഉള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? ഒന്നിനും തയ്യാറാകുന്നില്ല, സൈൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ഏതൊരു ഇതിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റാഫുകൾ ICUവിലെ മുഴുവൻ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് മനസാക്ഷി ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസാക്ഷി ഉണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞതാണ്. ഞങ്ങളുടെ വീട്ടിലെ അച്ഛനമ്മമാരുണ്ട്, ഞങ്ങളുടെ വീട്ടിലും കുട്ടികളുണ്ട്. ഏതോ ഒരു മാനേജ്മെന്റ്, ഏതോ ഡോക്ടർ പറയുന്നുണ്ട് നേഴ്സുമാർക്ക് മനസാക്ഷി ഉള്ളവരാണ്. ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ പിരിവ് കൊടുത്തിട്ട് നോക്കിയ പല രോഗികളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ പിരിവിട്ട് നോക്കിയവർ, ഞങ്ങൾക്ക് മനസാക്ഷി ഉള്ളവരാണ്. ആയതുകൊണ്ടാണ് ഞങ്ങൾ 2 ദിവസം ഇവിടെ സമാധാനപരമായി സമരം നടത്തിയത്. ഇപ്പോൾ ഞങ്ങൾ കൊടുത്ത് ഇതിൽ ഒപ്പിടാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വെയിലത്തിരുന്ന് സമരം വിളിക്കുന്നത്. ഒരു വെയിലത്ത് ഒരു സൈൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു 10,000 രൂപ കൂട്ടിട്ടാന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. 10,000 രൂപ, ഞങ്ങൾ 50,000 ചോദിക്കുന്നില്ല. ഞങ്ങൾ അടിസ്ഥാന ശമ്പളം 40 ചോദിക്കുന്നില്ല. ഇപ്പം കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 12 രൂപ കൂടുതൽ താന്നേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളുടെ കൂടെ ഇറങ്ങി ഇത്രയും പിള്ളേർ ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ പിന്നെ ഇത് എന്താണ് മറുപടി പറയേണ്ടത്? ഈ വെയിലത്ത് ഞങ്ങൾ ഇത്രയും കുത്തിയിരിക്കണമെങ്കിൽ, എനിക്കൊരു മോളുണ്ട്, എൻ്റെ 5 വയസ്സുള്ള മോളെ, എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് നാളെ പരീക്ഷയാണ്. അവളെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ നോക്കാനാണില്ല. ഇത് ഇത്രയും ഇരിക്കുന്ന പിള്ളേർക്ക് വീടുകളെല്ലാം പ്രശ്നമുള്ളവരാണ്. എല്ലാവർക്കും ചിലവുകളും കാര്യങ്ങളും ഉള്ളതാണ്. ഞങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഈ ബിൽഡിങ്ങും മറ്റും കൂട്ടിക്കെട്ടി ഇവിടെ ഇത്രയും കെട്ടുന്നുണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങൾ മാലാഖമാരായിരുന്നു. കോവിഡ് സമയത്ത് മാലാഖമാരെ ഞങ്ങൾ ഇത്രയും ചൂടത്തിരിക്കുമ്പോൾ ഇവർക്ക് ഞങ്ങളോടൊരു അനുകമ്പ തോന്നണ്ടല്ലേ? ഞങ്ങൾക്ക് മാത്രം തോന്നിയാൽ പോരായോ? ഞങ്ങൾക്ക് മാത്രം തോന്നിയാൽ മതിയോ? അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഇവരെന്ത് തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ വാതിക്കലുണ്ടാകും. അത് ജയ് യു എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ തൊണ്ട പൊട്ടിയാലും വേണ്ടി ഞങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇവരെപ്പോൾ ഞങ്ങളെ ഇതിന് വിളിക്കുന്നിടം വരെ ഞങ്ങൾ ഇതിന് പൊരുത്തിക്കൊണ്ടേയിരിക്കും. മാന്യമായി ജീവിക്കാനുള്ള സാലറി ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ.
ഇവിടെ ഉള്ളവർ അത് തരുന്നില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. മിക്കവാറും പത്തനംതിട്ടയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് എഗ്രിമെന്റ് ചെയ്യാത്തത്. ബാക്കി എല്ലായിടത്തും ഇത് ചെയ്തെന്നാണ് അറിയുന്നത്. ഞങ്ങൾ 2 ദിവസം കാത്തിരുന്നു, എന്നിട്ടും ഇതിന് മറുപടി ഇല്ല. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. ഇന്ന് ഉച്ചവരെ 11-12 മണി വരെ ഞങ്ങൾ ഇതിന്റെ ഒരു റിപ്ലൈക്കായി കാത്തിരുന്നു. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി ഇല്ലാത്തതുകൊണ്ട് നഴ്സുമാർ ഇറങ്ങിയെന്നുള്ളൂ. ഇതിനകത്ത് ഞങ്ങൾക്ക് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യണമെന്നോ ഈ വരത്ത് വന്നിരിക്കുന്നത് ഒന്നും വിചാരിച്ചിട്ടല്ല. പക്ഷേ ഞങ്ങൾക്ക് അവകാശം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അകത്ത് മറ്റു സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് ഈ സാലറി തരുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇതിനു വേണ്ടിയാണ് ഇതിന് മറുപടി പറയാനോ ഇതിന് ഒരു ഉത്തരം പറയാനോ അവർ അർഹരല്ല. അവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ചോദിക്കുകയാണെങ്കിൽ പറയാം, പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല.